ബീഹാറിൽ ഓരോ ജാതിക്കും ഓരോ കോളനിയുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും ജാതിയുണ്ട്. അന്യജാതിക്കാർ തൊട്ടാൽ കുളിക്കണമെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. വിശന്നിട്ട് എലിമാളത്തിൽ നിന്ന് ഗോതമ്പ് തിന്നുന്നവരുമുണ്ട്. ഷീജ അസീസ്, ബീഹാറിലെ മലയാളി ഡോക്ടർ, മാതൃഭൂമി ന്യൂസ് ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി നടത്തുകയാണ് ബീഹാറിൻ്റെ. അതിനകത്ത് പല കാര്യങ്ങളും കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കണേന്ന് അറിയില്ല. നമ്മൾ ഈ മലയാളികൾ എത്രയോ 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 ഭേദമാണ്. അപ്പോൾ ഇപ്പോഴും കേരളം ഭ്രാന്താലയമാണെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് നമ്മൾ കേരളത്തെ നോക്കിയാണ്. പക്ഷേ ആ പുള്ളി അങ്ങോട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ നിരീക്ഷണം അത് തെറ്റായിരുന്നു എന്ന് പുള്ളി എന്നെ ഇപ്പോൾ പറഞ്ഞത്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയൊക്കെയാണ് ബീഹാറിലൊക്കെ നടക്കുന്നത്. ഗോതമ്പ് ആറ്റിന് ഈ എലിമാളത്തിലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ ടോയ്ലറ്റ് പോലും ഇല്ല. പിന്നെ വ്യാജ ഡോക്ടറൊക്കെയാണ്. പിന്നെ റോഡ് നന്നാക്കിയിട്ടില്ല. അവിടുത്തെ മുഖ്യമന്ത്രിമാരാണ് പൈസ കിട്ടാൻ വേണ്ടി, അഴിമതി നടത്താൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ ജനങ്ങളോടൊക്കെ ഒരു കൂറോ ഒരു നന്ദിയോ ഇല്ല. വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. നമ്മുടെ കേരളം എത്രയോ ഭേദമാണ്.